കായംകുളം ശ്രീ വിട്ടോബ ഹൈസ്കൂളിൽ വായനാ ദിനം ആചരിച്ചു. പ്രശസ്ത സാഹിത്യകാരനും പ്രഭാഷകനുമായ വള്ളികുന്നം രാജേന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു. കായംകുളം ശ്രീ വിട്ടോബ ഹൈസ്കൂളിൽ വായനാ ദിനം ആചരിച്ചു. പ്രശസ്ത സാഹിത്യകാരനും പ്രഭാഷകനുമായ വള്ളികുന്നം രാജേന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു. ക്ലാസ് മുറിയെ നോക്കിക്കൊണ്ട് പാടിയതാണ് എങ്ങും ചിരിക്കും മുഖങ്ങളും പൂക്കളും, എത്ര സുന്ദരം ഈ പ്രപഞ്ചം. ലോകത്തിലെ ഏറ്റവും സുന്ദരമായ പ്രപഞ്ചത്തിൽ നിന്നുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം ടീച്ചർമാരെ നോക്കിക്കൊണ്ട് പാടി ആർജിത പുണ്യകൾ അധ്യാപികമാർ, അരിയ പിതാക്കളും അതുപോലെ ആർജിത പുണ്യകളാണ് അധ്യാപികമാർ. ക്ലാസ് മുറിയിൽ പെരുമാറുന്ന ഓരോ അധ്യാപകരും പുണ്യം ചെയ്തവരാണ്. കാരണം അവർ ദൈവജ്ഞരെയാണ് പഠിപ്പിക്കുന്നത്. ദൈവത്തിന്റെ കയ്യൊപ്പമായി ഭൂമിയിലേക്ക് പിറന്നു വീണ ഇതുപോലെയുള്ള നവമുകുളങ്ങളെ പഠിപ്പിക്കുന്ന അധ്യാപകർ ഭൂമിയിൽ പുണ്യമാർജിച്ചവരാണെന്നാണ് വയലോപ്പള്ളി ശ്രീധരമേനോൻ പാടിയത്. ഞാൻ ഈ വിഷയത്തിലേക്ക് വരുന്നു. ഇന്ന് വായനാ ദിനമാണ്. മഹാനായ ഒരു മനുഷ്യന്റെ ചരമദിനമാണ്. മഹാനായ ഒരു മനുഷ്യന്റെ ചരമദിനത്തെ വായനാ ദിനമായി കേരളം ആചരിക്കണമെങ്കിൽ ആ മനുഷ്യൻ ആര് എന്ന് ആദ്യം അറിയണം. നിങ്ങളുടെ പ്രായത്തിൽ 15 വയസ്സുള്ളപ്പോൾ നമ്മുടെ ആലപ്പുഴ ജില്ലയിൽ കുട്ടനാടിനടുത്ത് നീലമ്പേരൂർ എന്ന ഗ്രാമത്തിൽ ഒരു വായനശാല സ്വന്തമായി ഉത്സാഹത്തിൽ തുടങ്ങിയ ആളിന്റെ പേരാണ് പി നാരായണ പണിക്കർ. എവിടെയാ? ആലപ്പുഴ ജില്ലയിൽ. ഏത് ഗ്രാമം? നീലമ്പേരൂർ ഗ്രാമം. എത്രാമത്തെ വയസ്സിൽ? 15ാമത്തെ വയസ്സിൽ നാട്ടിൽ വായനശാല തുടങ്ങിയ ആളിന്റെ പേരാണ് നാരായണ പണിക്കർ. തീർന്നില്ല. മരിക്കുന്നതിനുള്ളിൽ തിരുവിതാംകൂറിൽ ഉടനീളം ഗ്രാമാന്തരങ്ങളിൽ സഞ്ചരിച്ച് ഇതുപോലെയുള്ള മനുഷ്യസ്നേഹികളെ വിളിച്ചുകൂട്ടി 2500ഓളം വായനശാലകൾ തുടങ്ങിയ ആളിന്റെ പേരാണ് പി എൻ പണിക്കർ. തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ മരണദിനമല്ലേ വായനാ ദിനമായി ആചരിക്കേണ്ടത്? നിങ്ങളുടെ പ്രായത്തിൽ 5ാം ക്ലാസ്സിലും 6ാം ക്ലാസ്സിലും ഒക്കെ പഠിക്കുമ്പോൾ ഉറക്ക പത്രം വായിക്കുന്ന സ്വഭാവം പി എൻ പണിക്കർക്കുണ്ടായിരുന്നു. അന്ന് പത്രം ഒരു അപൂർവ വസ്തുവാണ്. 80ഓളം വർഷങ്ങൾക്ക് മുൻപുള്ള സംഭവമാണെന്ന് ഓർക്കണം. PTA പ്രസിഡന്റ് എച്ച് നവാസ് അധ്യക്ഷത വഹിച്ചു. സ്വകീയമായ ആ ധന്യ നിമിഷങ്ങളെ ഓർത്തെടുക്കുവാനും നമ്മളെ അക്ഷര ലോകത്തേക്കും അറിവ് ലോകത്തേക്കും നമ്മളെ കൈപിടിച്ചുയർത്തിയ ആ മഹാന്റെ സ്മരണകൾ നിലനിൽക്കുന്ന ഈ ധന്യമുഹൂർത്തത്തിൽ വായനയുടെ ആ അറിവ് നേടുവാൻ വേണ്ടി നമ്മൾ വായിക്കുക, വളരുക. വായിച്ചാലും വളരും, വായിച്ചില്ലേലും വളരും. എന്നാൽ വായിച്ചില്ലേൽ നമ്മൾ വളഞ്ഞു പോകുമെന്ന് കുഞ്ഞുണ്ണി മാഷയുടെ ആപ്തവാക്യം ഞാൻ ഇത്തരണത്തിൽ ഓർത്തുപോവുകയാണ്. നമ്മൾ വായിക്കുക, വിവിധ ലോകങ്ങളെ അറിയുവാൻ, വിവിധ സംസ്കാരങ്ങളെ അറിയുവാൻ പല പല മാർഗത്തിലൂടെ, സാഹിത്യത്തിന്റെ വിവിധ രൂപങ്ങളിലൂടെ, കവിതകളിലൂടെ, കഥകളിലൂടെ, നാടകങ്ങളിലൂടെ, അങ്ങനെ വിവിധ മുഖങ്ങളിലൂടെ നമ്മൾ സംസ്കരിക്കപ്പെടുകയാണ്. നമ്മൾ ഓരോരുത്തരും നമ്മളായി മാറുവാൻ വിവിധ വായനയിലൂടെ നമുക്ക് കഴിയുന്നു. സ്കൂൾ ഹെഡ് മിസ്ട്രസ് ശോഭാകുമാരി സ്വാഗതം പറഞ്ഞു. നിയോജക മണ്ഡലത്തിൽ വായനാ അഭിരുചി ജനകീയമാക്കുന്നതിനും പുതുതലമുറയെ വായനയിലേക്ക് ആകർഷിക്കുന്നതിനുമായി മണ്ഡലത്തിലെ സ്കൂളുകളിൽ വിദ്യാർത്ഥികളെയും അധ്യാപകരെയും ഉൾപ്പെടുത്തി ആവിഷ്കരിച്ച സാഹിത്യ കൂട്ടായ്മയായ ഇലയും ഇതളും എന്ന പരിപാടിയുടെ ഭാഗമായി സ്കൂളിന് നൽകിയ പുസ്തകങ്ങൾ ഉദ്ഘാടകനായ വള്ളികുന്നം രാജേന്ദ്രൻ സ്കൂൾ ഹെഡ് മിസ്ട്രസിന് കൈമാറി. വിദ്യാർത്ഥികളുടെ അവധിക്കാല വായനയുടെ ഭാഗമായി തയ്യാറാക്കിയ ആസ്വാദന പതിപ്പിന്റെ പ്രകാശനവും നടന്നു. സ്കൂൾ മാനേജർ മുരളി എസ് പ്രഭു പ്രകാശനം നിർവഹിച്ചു. ശ്രീ വിട്ടള ദേവസ്വം മെമ്പർ പ്രകാശ് പൈ, PTA വൈസ് പ്രസിഡന്റ് മുഹമ്മദ് അൻസിൽ, സീനിയർ അസിസ്റ്റന്റ് എൽ സുധന്യ, സ്റ്റാഫ് സെക്രട്ടറി ഷീത ബി, അധ്യാപികയായ ഉഷാകുമാരി എന്നിവർ ആശംസാ പ്രസംഗം നടത്തി. വിദ്യാരംഗം കലാസാഹിത്യവേദി കൺവീനർ VS സുമാദേവി കൃതജ്ഞത പറഞ്ഞു. CDNet ന്യൂസ്, കായംകുളം.